ആളെ അധികം വൈകാതെ CPM പ്രഖ്യാപിച്ചേക്കും. നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MLA TP രാമകൃഷ്ണൻ ഇടതുമുന്നണി കൺവീനറാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അത്തരം ചർച്ചകൾ CPM ഇന്ന് തന്നെ നടന്നിരുന്നുവെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായ TP രാമകൃഷ്ണൻ താൽക്കാലിക ചുമതലയെങ്കിലും നൽകാനാണ് CPM ആലോചിക്കുന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. AK ബാലനെ പോലുള്ള നേതാക്കൾ നേരത്തെ ഈ സ്ഥാനത്തിനു വേണ്ടി സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളാണ്. AK ബാലൻ EP ജയരാജന് മുൻപ് തന്നെ ഒരുപക്ഷെ ഈ കൺവീനർ സ്ഥാനം ആഗ്രഹിച്ച ആളുമാണ്. പക്ഷേ അങ്ങനെ അല്ല CPMന്റെ ഇപ്പോഴത്തെ ആലോചന എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നമുക്ക് ലഭിക്കുന്ന വിവരം പൂർണ്ണമായും ആ രീതിയിൽ സ്ഥിരീകരിക്കാനായിട്ടെങ്കിൽ പോലും TP രാമകൃഷ്ണന്റെ പേര് തന്നെയാണ് മുന്നണി കൺവീനർ സ്ഥാനത്തേക്ക് EP പകരം ഉയർന്നു വരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഒരുപക്ഷെ അതും തീരുമാനമുണ്ടാകും, അതിന്റെ പ്രഖ്യാപനവും ഉണ്ടാകും. കാരണം മുന്നണി കൺവീനർ സ്ഥാനം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിലൊന്നാണ്. പ്രത്യേകിച്ചും 11 ഘടകകക്ഷികൾ ഇപ്പോൾ മുന്നണിയിലുണ്ട്. കഴിഞ്ഞ മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് ഘടകകക്ഷികളുടെ എണ്ണം കൂടുതലാണ്. ഘടകകക്ഷികൾ പല സ്വഭാവത്തിലുള്ള ഘടകകക്ഷികളാണ്. നേരത്തെയൊക്കെ ഇടതു സ്വഭാവമുള്ള പാർട്ടികൾ മാത്രമായിരുന്നു മുന്നണിയെങ്കിൽ ഇപ്പോൾ ഇടതു മതേതര മുന്നണി എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ്കളടക്കം 2-3 കേരള കോൺഗ്രസ് പാർട്ടികൾ അടക്കമുള്ള കക്ഷികൾ മുന്നണിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മുന്നണി കൺവീനർ സ്ഥാനം വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ടാണ് നേരത്തെ EP ജയരാജൻ പാർട്ടിയുമായി നിസ്സഹരിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ അത് വലിയ മുന്നണിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് തീരുമാനമുണ്ടാക്കണമെന്ന ആവശ്യം CP അടക്കമുള്ള ഘടകകക്ഷികൾ ഉന്നയിച്ചത്. CPIയും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി അഗ്രസീവായി, ഒരുപക്ഷെ കാനൻ രാജേന്ദ്രന്റെ കാലത്ത് നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി CPI ഒരു തിരുത്തൽ ശക്തിയായി മാറണം. CPMന്റെ എല്ലാ തീരുമാനങ്ങളും അതുപോലെ അംഗീകരിച്ചു കൊടുക്കുന്ന പാർട്ടിയായി അങ്ങനെ മാറരുത് എന്ന ആവശ്യം CPI ശക്തമാകുന്നു. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ വിഷയത്തിലടക്കം നമുക്കറിയാം CPIയുടെ ഒരു കടുത്ത നിലപാട് അവർ സ്വീകരിച്ചത്. അത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ മുന്നണിയെ ഏകോപിച്ച് മുന്നോട്ട് പോകാൻ കൺവീനർ സ്ഥാനം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് EP ജയരാജന് പകരക്കാരനെയും CPM ഇതിനകം തന്നെ ആലോചിക്കുന്നത്. അവിടെ TP രാമകൃഷ്ണന്റെ പേര് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടാൻ, അല്ലെങ്കിൽ CPM അത്തരം ആലോചന നടത്തിയെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തീർച്ചയായിട്ടും അപ്പോൾ TP രാമകൃഷ്ണന്റെ പേരിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, ഈ പാർട്ടിയുടെ ചർച്ചകളിൽ മറ്റൊരു പേര് ഇല്ല, ഒരു ഐകകണ്ഠേന TP രാമകൃഷ്ണനിലേക്ക് എത്തുകയായിരുന്നു. തീരുമാനം ഏകണ്ഠമാകുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ TP രാമകൃഷ്ണൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ സംസ്ഥാന കൺവീനർ എന്ന കാര്യത്തിൽ കൃത്യമായി നമുക്ക് വാർത്ത ആ രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. അത്തരം ആലോചനകൾ CPM നടക്കുന്നു. ഇതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു നിർദ്ദേശം വച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അംഗീകരിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് CPMന്റെ സംസ്ഥാന സമിതിയാണ്. ആ സംസ്ഥാന സമിതി യോഗമാണ് ഇപ്പോൾ ചേരുന്നത്. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന സമിതി യോഗം. ആ യോഗമാകും ഈ പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക. ഏതായാലും ഇന്ന് തന്നെ പുതിയ കൺവീനറെയും EP ജയരാജൻ ഒഴിഞ്ഞ, അല്ലെങ്കിൽ EP ജയരാജൻ മാറ്റിയ സ്ഥാനത്തേക്ക് പുതിയ കൺവീനറെയും CPM തീരുമാനിക്കും. അതിൽ TP രാമകൃഷ്ണന്റെ പേര് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ആ തരത്തിലാണ് ചർച്ചകൾ CPMൽ ഇന്നലെയും നടന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ, ഒരു കാര്യം കൂടി, ഈ CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകുമല്ലോ, അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയുമോ? ഇന്ന് വൈകുന്നേരം വരെ സംസ്ഥാന സമിതി യോഗം തുടരാൻ തന്നെയാണ് സാധ്യത. ഒരു ദിവസത്തെ സംസ്ഥാന സമിതിയാണ്. സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു ദിവസവും സംസ്ഥാന സമിതി ചുരുങ്ങിയ 2 ദിവസവും ഒക്കെയും ചേരുന്ന പതിവാണ് CPM ഉള്ളത്. പക്ഷേ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാധാരണ ഉച്ചയ്ക്ക് 1 മണിയോടെ അവസാനിക്കും. സെക്രട്ടേറിയറ്റ് ഇന്നലെ 2 മണി കഴിഞ്ഞും നീണ്ടുപോയിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. സംസ്ഥാന സമിതിയും ഇന്ന് വൈകുന്നേരം വരെ നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട സംഘടനാ വിഷയങ്ങൾ, EP ജയരാജൻ വിഷയം ഉൾപ്പെടെയുള്ള സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കമ്മിറ്റിയാണ്. മറ്റു പല ജില്ലകളിൽ നിന്നും സംഘടനാപരമായുള്ള വിഷയങ്ങൾ, ആലപ്പുഴയിൽ നിരവധി സംഘടനാ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പാലക്കാട്ട് PK ശശിയെ പോലെ ജില്ലാ കമ്മിറ്റി നേതാവിനെ തരം താഴ്ത്തുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന് നടപടി കൂടുതൽ വേണമെന്ന ആവശ്യം പാർട്ടിക്ക് മുന്നിലുണ്ട്. KPCC ചെയർമാൻ സ്ഥാനത്ത് മാറ്റണമെന്ന ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. അങ്ങനെ വിവിധ ജില്ലകളിലെ സംഘടനാ വിഷയങ്ങൾ കൂടി CPM ഇന്ന് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതി യോഗം നീണ്ടുപോകാനാണ് സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പാണ് സംസ്ഥാന സമിതി യോഗത്തിൽ 10 മണിക്ക് ആരംഭിച്ച സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് എത്തിച്ചേർന്നത്. അദ്ദേഹം സംസ്ഥാന സമിതി ഉടനീളം പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സംസ്ഥാന സമിതി യോഗം നീണ്ടുപോകും. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാകും യോഗം അവസാനിക്കുക. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. അതാണ് CPMന്റെ ഒരു രീതി. ശരി, വിവരണമാണ് വിവരങ്ങളുമായി AK മുന്നിൽ ചേർന്നത്. കിരൺ ബാബുവിലേക്ക് വീണ്ടും. കിരൺ, പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള നേതാവ്
എങ്ങനെയായിരുന്നു അന്ന് ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ? ഈ അത്രയും മുതിർന്ന പി ജയരാജൻ LDFന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ പി ജയരാജന് പകരം TP രാമകൃഷ്ണൻ മാത്രമാണോ ഏക ഒരു പോംവഴി CPM-ന് മുന്നിൽ? എൽദോ, സ്വാഭാവികമായും വരേണ്ട മറ്റൊരു പേര് ചിലപ്പോൾ AK ബാലൻ്റെതായിരിക്കും. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ അക്കാര്യത്തിൽ നമുക്ക് കൃത്യമായി സൂചനകളില്ല. സെക്രട്ടേറിയറ്റിൽ സ്വാഭാവികമായും AK ബാലൻ്റെ പേരടക്കം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവണം. AK ബാലൻ അങ്ങനെ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ നേരത്തെ തന്നെ അദ്ദേഹം അത്ര താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഇനി ഇടതുമുന്നണി കൺവീനർ സ്ഥാനം പോലെ ഒരു ചുമതല ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി അധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാവും ചിലപ്പോൾ TP രാമകൃഷ്ണൻ്റെ പേരിലേക്ക് വന്നത്. എന്തായാലും അക്കാര്യത്തിൽ തീരുമാനം ഉടനെ തന്നെ ഉണ്ടാവും. അതിനേക്കാളൊക്കെ പ്രധാനം EP ജയരാജൻ എന്ന് പറയുന്ന കേരളത്തിലെ CPM-ന്റെ കഴിഞ്ഞ 4-5 പതിറ്റാണ്ട് കാലം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലത്ത് വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്ത് ഒരു ഭാഗത്തെ ഏറ്റവും ശക്തനായ നേതാവായിരുന്നു. അതിനുശേഷം പിന്നീട് പാർട്ടിയിൽ പൂർണ്ണമായും ഒരു പക്ഷം മാത്രമാകുകയും നിൽക്കുന്ന സമയത്ത് ആ പാർട്ടിയുടെ ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഏറ്റവും നിർണായകമായ കുറച്ചു പേരിൽ ഒരാളായി നിന്ന അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക ശക്തിയായി നിന്ന നേതാവ് കൂടിയായിരുന്നു EP ജയരാജൻ. അങ്ങനെ ഒരു നേതാവാണ് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നത്. നിലവിലെ CPM-ന്റെ സീനിയോറിറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും സീനിയറായ നേതാവ് EP ജയരാജനാണ്. EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ തന്നെ ഏറ്റവും കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് പക്ഷേ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയില്ല. അദ്ദേഹത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി ഒരു പ്രൊമോഷൻ കിട്ടിയില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് അതുവഴി പോളിറ്റ് ബ്യൂറോയിലേക്കും കയറാമായിരുന്നു. അല്ലാതെ തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കയറാൻ അവസരമുള്ളപ്പോഴും അങ്ങനെ പോളിറ്റ് ബ്യൂറോയിലേക്കും അങ്ങനെ ഒരു അവസരം കിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനൊക്കെ ജനറൽ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് അവസരം കിട്ടിയ ആളാണ്. അന്നും EP ജയരാജന് അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. ജയരാജനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും തനിക്ക് നീതി നിഷേധിക്കപ്പെടുന്നു, അല്ലെങ്കിൽ തനിക്ക് അർഹമായ ചില സ്ഥാനങ്ങൾ യഥാസമയം കിട്ടുന്നില്ല എന്നതിൽ അദ്ദേഹത്തിന് പലപ്പോഴും പരാതി ഉണ്ടായിരുന്നു, പരിഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ പരസ്യമായും അല്ലാതെയുമൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പിണറായി വിജയനായാലും കോടിയേരി ബാലകൃഷ്ണനായാലും അവരെല്ലാം ചെറുപ്പത്തിൽ തന്നെ MLA-മാരാവുകയും മന്ത്രിമാരാവുകയും ഒക്കെ ചെയ്തവരാണ് പലതവണ. പക്ഷേ EP ജയരാജന് ആ തരത്തിലേക്കൊന്നും അവസരം ലഭിക്കാൻ ഏറെ വൈകേണ്ടി വന്നു. അതിലും അദ്ദേഹം പലപ്പോഴും പാർട്ടിക്കുള്ളിലുമൊക്കെ അദ്ദേഹം അതൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ജയരാജൻ പാർട്ടിക്കുള്ളിൽ എന്നും ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹമാണ് കഴിഞ്ഞ 2 വർഷമായി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റിങ്ങിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് മാറേണ്ടി വരുന്നത്. സ്വാഭാവികമായും MV ഗോവിന്ദനെ പോലെ ഒരാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ MV ഗോവിന്ദനും EP ജയരാജൻ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പേര് കൂടിയായിരുന്നില്ല MV ഗോവിന്ദൻ്റെത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തെക്കാൾ ഏറെ ജൂനിയറായ ഒരാൾ എന്ന് മാത്രമല്ല EP ജയരാജനുമായി എപ്പോഴും കണ്ണൂരിൽ അങ്ങനെ യോജിച്ചു നിൽക്കുകയും അല്ലെങ്കിൽ EP ജയരാജനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നില്ല MV ഗോവിന്ദൻ. അങ്ങനെ MV ഗോവിന്ദനെ പോലെ ഒരാൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചില ഘട്ടത്തിലൊക്കെ അദ്ദേഹം പിണങ്ങി എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കണ്ണൂരിലെ വീട്ടിൽ തന്നെ തുടരുകയും തുടർച്ചയായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് വരാതിരിക്കുകയും സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഇവിടെ തന്നെ താമസിച്ചു പാർട്ടി പ്രവർത്തനങ്ങളും ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിരന്തരം ഇടപെടേണ്ട ചുമതലയുള്ള ഒരാളാണ്. അതിൻ്റെ ചുമതലകൾ വഹിക്കാതെ അദ്ദേഹം മാറിയുന്നത് സുപ്രധാനമായ സമരത്തിനടക്കം ഗവർണർക്കെതിരെ ഇടതുമുന്നണി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിൽ അതിന് മുന്നിൽ നിന്ന് നയിക്കേണ്ട ആൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയിൽ ഇരിക്കേണ്ട ആൾ EP ജയരാജനായിരുന്നു. അന്ന് EP ജയരാജൻ എന്ന പേരെഴുതിയ കസേര അവിടെ ഒഴിഞ്ഞു കിടന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിൽ CPM ഇത്തരം തെറ്റുകളോട് അല്ലെങ്കിൽ ഇത്തരം പിണക്കങ്ങളെ തെറ്റുകളായി തന്നെയാണ് വിലയിരുത്തുക, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി തന്നെയാണ് വിലയിരുത്തുക. അപ്പോൾ തന്നെ നടപടികൾ ഒക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ EP ജയരാജൻ എന്ന നേതാവിൻ്റെ സീനിയോറിറ്റി കണക്കിലെടുത്ത് അദ്ദേഹം പാർട്ടിക്ക് നൽകിയ സംഭാവനകളൊക്കെ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് ഇത്ര വലിയ ഇളവ് നൽകിയത്. ഇപ്പോഴത്തെ ഈ വിഷയം തന്നെയാണെങ്കിൽ വളരെ നേരത്തെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഉണ്ടായത്. അത് മറ്റേതെങ്കിലും ഘട്ടത്തിലാണ് ഉണ്ടായിരുന്നെങ്കിൽ പോലും പാർട്ടിക്ക് അത്രത്തോളം ക്ഷീണമുണ്ടാകുമായിരുന്നില്ല. പല ഘട്ടത്തിലും CPM തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ആയുധമായി പറഞ്ഞിരുന്നത് കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാട്, ഒരിക്കലും അതിൽ വെള്ളം ചേർക്കാത്ത നിലപാടുള്ള പാർട്ടിയാണ് CPM-ഉം ഇടതു പാർട്ടികളും. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. അവർ ഏത് സമയത്തും വേണമെങ്കിൽ മറുകണ്ഠം ചാടാൻ സാധ്യതയുണ്ട് എന്നുള്ള ആരോപണം കോൺഗ്രസിനെതിരെയും ചിലപ്പോൾ ലീഗിനെതിരെ പോലും ഉന്നയിച്ചിട്ടുള്ള പാർട്ടിയാണ് CPM ആലോചിക്കണം. അവിടെയാണ് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് രഹസ്യമായി BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നത്. അത് എന്തിൻ്റെ പേരിലായാലും ആ കൂടിക്കാഴ്ച വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് CPM-നെ സംബന്ധിച്ച് സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്നതാണ്. അതുവരെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ആശയങ്ങൾ പോലും സംശയം ജനിപ്പിക്കുന്നതാണ്. അതീവ ഗുരുതരമായ തെറ്റ് തന്നെയാണ്. ആ തെറ്റിന് എന്തായാലും അദ്ദേഹത്തിന് ശിക്ഷ നൽകുക തന്നെയാണ്. പാർട്ടി നടപടിയായി തന്നെ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും സെക്രട്ടേറിയറ്റിൽ ആ തീരുമാനം വൈകിയാണെങ്കിലും ഉണ്ടായിരിക്കുന്നു. തൽക്കാലം അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിലും രൂക്ഷമായ രീതിയിലേക്ക് ഇതിനെതിരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേരത്തെ ഒരിക്കൽ
ഇത്തരത്തിലേക്കുള്ള അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ കണ്ണൂരിൽ നിന്ന് തന്നെ ഉയർത്തിയിരുന്നു. ഇനിയും സമാനമായ രീതിയിലേക്ക് ഇപ്പോൾ ആക്രമണം വന്നാൽ ചിലപ്പോൾ കൂടുതൽ ശക്തമായ ആക്രമണം വരാൻ സാധ്യതയുണ്ട്. കാരണം നടപടി ഉറപ്പായ ഒരു ഘട്ടത്തിലാണെങ്കിൽ ആളുകൾ ആക്രമിക്കാൻ അല്ലെങ്കിൽ വിമർശിക്കാനൊക്കെ കൂടുതൽ പേർ തയ്യാറാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താവണം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനായി താൻ ഒഴിയുകയാണെന്നുള്ള സന്നദ്ധ അറിയിച്ചുകൊണ്ട് നേരെ കണ്ണൂരിലേക്ക് അദ്ദേഹം കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മാറുന്നത്. കേന്ദ്ര കമ്മിറ്റിയിലടക്കം അദ്ദേഹം 2 തവണ കേരളത്തിന് പുറത്തു നടന്ന കേന്ദ്ര കമ്മിറ്റിയിലടക്കം പങ്കെടുക്കാതെ ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഈ ഒരു പിടക്കത്തിന് കൂടി ഭാഗമായിരുന്നു. ഇനിയിപ്പോൾ ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന CPM-നെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുടെ പടിയിറക്കത്തിന്റെ തുടക്കം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. റൈറ്റ്, കിരൺ ബാബു. ഓക്കെ,